തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച ഇടത് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി. സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ചാണ് ശിവൻകുട്ടിയുടെ വോട്ട് അഭ്യർത്ഥന. കൂടുതൽ വികസന പദ്ധതികൾ നിയമത്തെ യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ആവശ്യമെന്നാണ് സർക്കാർ ചിലവിലുള്ള അഭ്യർത്ഥനയിൽ പറയുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക വിലാസം ഉപയോഗിച്ചാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. കൂടുതൽ വിവരങ്ങളുമായി വി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, എന്തായാലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെയും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈയൊരു നീക്കം ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇപ്പോൾ നേമത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങളെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം, അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ ഔദ്യോഗിക സീൽ, ഒപ്പം തന്നെ ഔദ്യോഗിക മുദ്ര, ഔദ്യോഗിക വിലാസം ഉപയോഗിച്ചുകൊണ്ട് താൻ മന്ത്രിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഒരു അഭ്യർത്ഥന പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി, കേരള സർക്കാർ എന്നാണ് ആ അഭ്യർത്ഥനയിൽ വ്യക്തമാക്കുന്നത്. അഭ്യർത്ഥനയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയേണ്ടത് സർക്കാരിൻ്റെ മേൽവിലാസം, ഓഫീസ് നമ്പർ ഉൾപ്പെടെയുള്ള അനക്സിലെ രണ്ടാം നില, ഇപ്പോൾ ശിവൻകുട്ടി ഉപയോഗിക്കുന്ന അനക്സിലെ രണ്ടാം നില മന്ത്രിയാണ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം അത് ഇപ്പോഴും ശിവൻകുട്ടി നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ഉദാഹരണമായി പുറത്തു വന്നതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. 6/3/2026 ഈ ഒരു അഭ്യർത്ഥന പുറത്തിറക്കിയിരിക്കുന്നത്. ഈ അഭ്യർത്ഥനയിൽ പറയുന്നത് നേമത്തെ ശിവൻകുട്ടി നേരത്തെ നടത്തിയ വികസനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആ വികസനങ്ങൾ തുടർച്ചയ്ക്കായി തന്നെ വീണ്ടും സഹകരിക്കുക അല്ലെങ്കിൽ സഹായിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ അഭ്യർത്ഥന ശിവൻകുട്ടി ഔദ്യോഗികമായി തന്നെ ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനായി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ശിവൻകുട്ടി ഇവിടെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു അഭ്യർത്ഥന പോലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് സർക്കാർ ചിലവിലാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്ര, അത് നമുക്ക് ആ സ്ക്രീനിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. ആ അപേക്ഷയിൽ അല്ലെങ്കിൽ ഈ ഒരു അഭ്യർത്ഥനയിൽ വ്യക്തമാക്കുന്നത് സർക്കാരിൻ്റെ മുദ്ര, സംസ്ഥാന സർക്കാരിൻ്റെ മുദ്ര, ഒപ്പം തന്നെ മന്ത്രിപദം ഉപയോഗിച്ചുകൊണ്ട്, ഒപ്പം മന്ത്രിയുടെ ഓഫീസിൻ്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമം തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രിയെ കൂടിയായ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി കൂടിയായ, നേമത്തെ സ്ഥാനാർത്ഥി കൂടിയായ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും LDFിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും ഇത്തരം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ രാവിലെ തന്നെ മറ്റൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ആരോഗ്യ വകുപ്പിൽ പോലും പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഉള്ള സ്ഥലമാറ്റത്തിന് ഉത്തരവിറക്കുന്ന തരത്തിലേക്ക് ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ ഡയറക്ടർ, പ്രത്യേകിച്ച് ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടർ അത്തരത്തിലുള്ള നീക്കം നടത്തുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് നിസ്സാരവൽക്കരിച്ചാൽ പോലും ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന്, നേമത്തെ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഒരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിക്ക് പോലും പുറത്തിറക്കാൻ സാധിക്കില്ല. പക്ഷേ എങ്ങനെ ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന പുറത്തിറക്കിക്കൊണ്ട് ഇപ്പോഴും വോട്ട് പിടിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. അതിൽ പറയുന്ന ചില വാക്കുകൾ, അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥന ഞാൻ വായിക്കാം. താങ്കളുടെ സ്വന്തം ജനപ്രതിനിധിയായും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയായും ഈ കത്തെഴുതാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ നേമം മണ്ഡലം ഇന്ന് മാറ്റത്തിൻ്റെ വലിയൊരു കുതിപ്പിലാണ്. മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനായി ഇത്ര കോടി രൂപ, 900 കോടി രൂപയുടെ പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കി എന്ന വാഗ്ദാനം ജനങ്ങൾക്ക് മുന്നിൽ മന്ത്രിപദം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മന്ത്രിയുടെ അത്തരത്തിലുള്ള കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സീലും, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രയും, സംസ്ഥാന സർക്കാരിൻ്റെ മേൽവിലാസം, മന്ത്രി എന്ന മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന നൽകിയിരിക്കുന്നത്. അഭ്യർത്ഥനയുടെ അവസാനം പറയുന്നത്
മതനിരപേക്ഷ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് നേമത്തെ ജനത. ജാതി മത വിവേചനങ്ങൾക്ക് അതീതമായി നാടിൻ്റെ നന്മയ്ക്കായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കൂടുതൽ വികസന പദ്ധതികൾ നേമത്തെ കാത്തിരിക്കുകയാണ്. അതിനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു എന്ന അഭ്യർത്ഥനയാണ് LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നേമത്ത് നടത്തുന്നത്. അത് സർക്കാരിൻ്റെ ചിലവിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന അടിച്ചിറക്കുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ ഫണ്ടിൽ നിന്ന്, കൃത്യമായി പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. ഈ ജില്ലയിലെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേമത്തെ ജനങ്ങൾക്കിടയിലെല്ലാം തന്നെ ഈ ഒരു അഭ്യർത്ഥന എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നേമത്തെ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെതിരെ പ്രതിഷേധമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വമേധയിൽ തന്നെ ഈ ഒരു അഭ്യർത്ഥന ലഭിക്കുന്ന സാഹചര്യത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാം. പക്ഷേ ചെറിയൊരു ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് നമുക്ക് എടുത്തു പറയാൻ വീണ്ടും കാരണം മറ്റൊന്നും കൊണ്ടല്ല, സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നു, സർക്കാരിൻ്റെ ഔദ്യോഗിക മുദ്ര ഉപയോഗിക്കുന്നു, ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗിക മേൽവിലാസം ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും രാഷ്ട്രീയം ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ ഒരു മതപ്രീണനത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM സാധാരണഗതിയിൽ ഏതൊക്കെ തരത്തിലാണ് പൊതു കവലകളിൽ പ്രസംഗിക്കുന്നത് അതിന് സമാനമായ പ്രസംഗം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അഭ്യർത്ഥന അടിച്ചിറക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 6/3/2026 ഈ ഒരു അഭ്യർത്ഥന പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ രഹസ്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് താൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കാനായി തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായൊരു പെരുമാറ്റച്ചട്ട ലംഘനം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിൽ ഇനി അറിയേണ്ടത് ഏത് തരത്തിലുള്ള ഇടപെടലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിൽ കൃത്യമായ പരാതി ഇതിനോടകം തന്നെ നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വി ശിവൻകുട്ടിക്ക് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളമൊട്ടാകെ CPMൽ ഒരു പരാജയ ഭീതി തന്നെയാണുള്ളത്. അതിന് പിന്നാലെയാണ് ഇത്തരം പ്രവർത്തികൾ എന്ന് ഉള്ളൊരു കാര്യം തന്നെയല്ലേ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും ഗുരുതരമായ ഒരു തെരഞ്ഞെടുപ്പ് ലംഘനം, പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് നേമം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് തന്നെ ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കും എന്നതാണ്. അതിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അയോഗ്യനാക്കാൻ പോലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിന് നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ BJPയുടെ ലീഗൽ സെല്ലിൻ്റെ തന്നെ ചുമതലയുള്ള അഡ്വക്കേറ്റ് പ്രകാശ് സൂചിപ്പിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. ഇതിനെതിരെ നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ നിയമ നടപടിയുമായി BJP മുന്നോട്ട് പോയാൽ തന്നെ ഒരുപക്ഷെ വി ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരുപക്ഷെ അത് തുലാസിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ഒരു വ്യക്തിയോ അയോഗ്യനാക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു നടപടിക്രമത്തിലേക്ക് വരും ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതിനെ എങ്ങനെയായിരിക്കും LDF പ്രതിരോധിക്കുക അല്ലെങ്കിൽ ശിവൻകുട്ടി പ്രതിരോധിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. കാരണം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് തൊഴിൽ ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന പേരിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് സമാനമായ രീതിയിൽ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി പൊതുസമൂഹത്തിൽ എങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അതിനനുസരിച്ച് LDF സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കുന്നതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു അഭ്യർത്ഥന തയ്യാറാക്കുന്നു. ആ അഭ്യർത്ഥനയിൽ സംസ്ഥാന സർക്കാരിൻ്റെ സീല്, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്ര, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വസതി, ഓഫീസ്, മന്ത്രിയായിരുന്ന സമയത്ത് വി ശിവൻകുട്ടിയുടെ ഓഫീസിൻ്റെ മേൽവിലാസം, ഇതെല്ലാം ഉപയോഗിക്കുന്നു. ഒപ്പം ഈ ഒരു അഭ്യർത്ഥന അടിച്ചിറക്കിയതാകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ പോലും
ലേബലിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചിലവിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം, തെരഞ്ഞെടുപ്പിൻ്റെ ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. നടപടിയുമായി BJP മുന്നോട്ട് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലീഗൽ സെല്ലിൻ്റെ അഡ്വക്കേറ്റ് പ്രകാശ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിൽ തന്നെയാണ്. നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഒരു സ്ഥാനാർത്ഥിത്വം പോലും അയോഗ്യനാക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിയമവശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയും ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും നടപടിയുമായി BJP നേതാക്കൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ട് പോലും വി ശിവൻകുട്ടിയുടെ അല്ലെങ്കിൽ മന്ത്രി പദം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വി ശിവൻകുട്ടിയുടെ ധാർഷ്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയായിരിക്കെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത്, ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് തന്നെ ഒരു സത്യവാചകം വരണാധികാരിക്ക് മുന്നിൽ ഈ ഓരോ സ്ഥാനാർത്ഥികളും ചൊല്ലുന്നുണ്ട്. ആ വരണാധികാരിക്ക് മുന്നിൽ ചൊല്ലുന്ന സത്യപ്രതിജ്ഞ പോലും ലംഘനമാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നടപടിയിലേക്ക് പോകാം. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും ശിവൻകുട്ടിയെ അയോഗ്യനാക്കാനുള്ള ഒരു സാഹചര്യം തന്നെ, വലിയ രീതിയിലുള്ള ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിഷ്ണു. ശരി, വി വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.